അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ സൂറത്തുകളുടെ അർത്ഥവും ആശയവുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകുന്നു. സൂറത്തുൽ മസദ് 111-ാം അധ്യായം 5 സൂക്തങ്ങളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. തബ്ബത്ത്, നശിച്ചു പോകട്ടെ, യഥാ അബീലഹബിൻ, അവൻ്റെ അബീലഹബിൻ്റെ 2 കൈകളും, വതബ്ബ്, അവ നശിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തബ്ബത്ത് യഥാ അബീലഹബിൻ വതബ്ബ്, അബൂലഹബിൻ്റെ 2 കരങ്ങളും നശിക്കട്ടെ, അവൻ നശിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. മാ അഗ്ന അൻഹു, അവനെ തൊട്ട് മതിയായില്ല, പര്യാപ്തമായില്ല. മാലുഹു, അവൻ്റെ സമ്പത്ത്. വമാ കസബ്, അവൻ സമ്പാദിച്ചതും. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, സ്വത്തും, അവൻ്റെ സ്വത്തും അവൻ്റെ സമ്പാദിച്ചു വെച്ചതും അവന് പ്രയോജനപ്പെട്ടില്ല. സയസില നാറൻ, അവൻ അഗ്നിയിൽ പ്രവേശിക്കും. ദാത്ത ലഹബ്, അതികഠിനമായ ചൂടുള്ള തീയിൽ, അല്ലെങ്കിൽ ജ്വാലയോട് കൂടിയ തീയിൽ അവൻ പ്രവേശിക്കും. സയസില നാറൻ ദാത്ത ലഹബ്, ജ്വാലയുള്ള അഗ്നിയിൽ പിന്നീട് അവൻ പ്രവേശിക്കും. വംറാത്തുഹു, അവൻ്റെ ഭാര്യ ഹമ്മാലത്തുൽ ഹത്തബ്, വിറക് ചുമക്കുന്നവളാണ്. അവൻ്റെ ഭാര്യയും അതേ ആ വിറക് ചുമക്കുന്നവളാണ് എന്ന് പറഞ്ഞാൽ അവളും നരകത്തിലാണ് എന്നർത്ഥം. ഫീ ജീദിഹ ഹബിലും മിൻ മസദ്, അവളുടെ ഫീ ജീദിഹ, അവളുടെ കഴുത്തിലുണ്ട്, ഹബിലിനൊരു കയറ്, മിൻ മസദ്, ഈത്തപ്പന നാരിനാൽ പിരിച്ചുണ്ടാക്കിയ ഒരു കയറ് അവളുടെ കഴുത്തിലുണ്ട്. ഇഹലോകത്ത് ലഭിച്ച ശിക്ഷയ്ക്ക് പുറമെ പരലോകത്ത് ജ്വലിക്കുന്ന നരകശിക്ഷയാണ് ഈ അബൂജഹലിനുണ്ടാകുക. അവന് മാത്രമല്ല, നബിയെ ദ്രോഹിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് അവൻ്റെ ഭാര്യയ്ക്കും ആ ശിക്ഷയുണ്ടാകും. അവൾ വലിയ ഏഷണിക്കാരിയായിരുന്നു. ഏഷണിക്കാരി എന്ന അർത്ഥത്തിലാണ് വിറക് ചുമക്കുന്നവൾ എന്ന് പറഞ്ഞത്. കഴുത്തിൽ കയറുമായി നബിയെ ദ്രോഹിക്കാൻ വേണ്ടി മുള്ളും വിറകും ചുമന്നിരുന്ന അവൾക്ക് അതിനെ അനുസ്മരിക്കുന്ന തരത്തിലുള്ള ശിക്ഷ തന്നെയാണ് പരലോകത്ത് ലഭിക്കുക എന്നാണ് ഈ സൂറത്ത് പഠിപ്പിക്കുന്നത്. അടുത്ത 112-ാം സൂറത്ത്, സൂറത്തുൽ ഇഖ്ലാസ്. ഇത് ഖുർആനിൻ്റെ 1/3 എന്ന് പറയുന്നു. ഇതിൽ 4 സൂക്തങ്ങളാണ് ഉള്ളത്. ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത് ഇഖ്ലാസ് ആണ് എന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. കുൽ, നബിയെ പറയണം, ഹുവല്ലാഹു അഹദ്, അവൻ അള്ളാഹു ഏകനാണ്. അള്ളാഹു സമദ്, അള്ളാഹു ആരോടും ഒരു നിരക്കും ആശ്രയമില്ലാത്തവനും സർവചരാചരങ്ങളുടെയും ആശ്രയ കേന്ദ്രവുമാകുന്നു. ലം യലിദ്, അവൻ മക്കളെ ജനിപ്പിച്ചിട്ടില്ല. വലം യൂലദ്, അവൻ ആരുടെയും സന്താനമായി ജനിച്ചിട്ടുമില്ല. വലം യകുല്ലഹു, അവന് കുഫുവൻ അഹദ്, അവന് തുല്യരായി ഒന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ ആരുമില്ല. വളരെ പുണ്യമേറിയ സൂറത്താണ് ഇഖ്ലാസ്. ഈ സൂറത്തിൻ്റെ പേര് ഇഖ്ലാസ് എന്നാണ്. ചിലർ കുൽഹു അല്ലാഹു അഹദ് എന്നൊക്കെ പറയാറുണ്ട്, പക്ഷേ ഇഖ്ലാസ് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്. നിഷ്കളങ്കമായ തൗഹീദ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. വേറെയും പല പേരുകളും ഈ സൂറത്തിനുണ്ട്. എല്ലാ നിലയിലും എല്ലാ അർത്ഥത്തിലും അള്ളാഹു ഏകനാണ് എന്നാണ് 1-ാം വാക്യം വ്യക്തമാക്കുന്നത്. സത്തയിലും ഗുണങ്ങളിലും പ്രവർത്തനങ്ങളിലുമെല്ലാം തന്നെ അള്ളാഹു ഏകനാണ്. ഒരു കാര്യത്തിലും അവനൊരു പങ്കുകാരുമില്ല. ഏകനായ ആരാധ്യനാണ്. അള്ളാഹു ആരാധനയ്ക്ക് അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരും തന്നെ ഇല്ല. ആരെയും ആശ്രയിക്കാത്ത, എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്ന അജയ്യനായ യജമാനനാകുന്നു അള്ളാഹു. ഇതാണ് 2-ാം വാക്യം വ്യക്തമാക്കുന്നത്. അള്ളാഹുവിന് ഭാര്യയോ മക്കളോ ഇല്ല. അവന് സന്താനമായി ജനിച്ചവനുമല്ല. അവൻ അസ്തിത്വത്തിന് യോജിക്കുന്നതുമല്ല. ഈ വിശേഷണങ്ങളൊന്നും 3-ാം വാക്യം ഇക്കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു.
ഏകദൈവമായ അള്ളാഹുവിന് പുത്രനോ ഭാര്യയോ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അവർ ബഹുദൈവ വിശ്വാസിയായി പല സൂക്തങ്ങളിലും താക്കീത് നൽകിയ വിവരം ഇക്കാര്യം ഈ അധ്യായത്തിൽ ഊന്നി പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന് തുല്യമായി ആരും ഒന്നും തന്നെയില്ല. ഇത് തന്നെയാണ് 4-ാം വാക്യവും വ്യക്തമാക്കുന്നത്. അള്ളാഹുവിനെ പോലെ അള്ളാഹു മാത്രമേയുള്ളൂ. ഇതാണ് ഈ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ആശയം. അടുത്ത 113-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. കുൽ, നബിയെ പറയണം, ഔദു ബി റബ്ബിൽ ഫലക്ക്, പ്രഭാതത്തിൻ്റെ നാഥനിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. മിൻ ശരി മാ ഖലക്ക്, അവൻ സൃഷ്ടിച്ച സർവ്വ സൃഷ്ടികളുടെയും തിന്മയിൽ നിന്ന്. വമിൻ ശരി ഗാസിക്കിൻ ഇദാ വഖബ്, അവൻ തിന്മയിൽ നിന്നും, ഇരുൾ നിറഞ്ഞതാകുമ്പോൾ ഉണ്ടാകുന്ന തിന്മയിൽ നിന്നും അവനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വമിൻ ശരി നഫാസാത്തി ഫിൽ ഉഖദ്, മന്ത്രിച്ച് കെട്ടുകളിടുന്നവരുടെയും ഊതുന്നവരുടെയും തിന്മയിൽ നിന്നും ഞാൻ അവരോട് കാവലിനെ ചോദിക്കുന്നു. വമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയക്കാർ അസൂയ വെക്കുന്ന സമയത്ത് അതിനോടും ഞാൻ കാവലിനെ ചോദിക്കുന്നു. ഞാൻ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നു. ഈ സൂറത്തിനും അവസാനത്തെ വരുന്ന മറ്റൊരു സൂറത്തിനും കൂടി മുഅവ്വദത്തൈനി എന്നാണ് പേര് പറയുന്നത്. അതായത് രക്ഷ നൽകുന്ന 2 സൂറത്തുകൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. വിവിധ തിന്മകളിൽ നിന്ന് രക്ഷ നേടാൻ പഠിപ്പിക്കുന്നവയാണ് ഈ സൂറത്തുകൾ. അള്ളാഹു സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളുടെയും തിന്മയിൽ നിന്ന് രക്ഷ നേടാനാണ് ഒന്നാമതായി കൽപ്പിച്ചിരിക്കുന്നത്. ലോകത്തുള്ള എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് വേണ്ടി തന്നെയാണ്. എങ്കിലും അവ കാരണം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്തെങ്കിലും തിന്മ ബാധിച്ചേക്കാം. തിന്മകളിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടാൻ നാം ബാധ്യസ്ഥനാണ്. ഇരുട്ട് നിറഞ്ഞ രാത്രിയുടെ തിന്മയിൽ നിന്ന് രക്ഷ നേടാനാണ് രണ്ടാമതായി നിർദ്ദേശിക്കുന്നത്. രാത്രി സമയത്ത് നമുക്കറിയാം ഉപദ്രവങ്ങൾ കൂടിയ സമയമാണ്. അതുപോലെ അസൂയക്കാരുടെ തിന്മകളിൽ നിന്നും ദുർമന്ത്രവാദികളുടെ ശർറിൽ നിന്നും കാവൽ ചോദിക്കാനാണ് അടുത്തതായി നമ്മോട് പറയുന്നത്. ഇനി ഖുർആനിലെ അവസാന സൂറത്ത്, സൂറത്തുൻ നാസ്. ഇത് ഖുർആനിലെ ഏറ്റവും അവസാനത്തെ, അതായത് 114-ാമത്തെ അധ്യായമാണ്. ആകെ 6 വചനങ്ങളാണ് ഇതിലുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. കുൽ ഔദു ബി റബ്ബിൻ നാസ്, നബിയെ തങ്ങൾ പറയണം, ഔദു ബി റബ്ബിൻ നാസ്, മനുഷ്യരുടെ റബ്ബിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. മലിക്കിൻ നാസ്, ജനങ്ങളുടെ രാജാവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. ഇലാഹിൻ നാസ്, ജനങ്ങളുടെ ദൈവത്തോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ദുർബോധനങ്ങൾ നടത്തി പിന്മാറ്റിക്കളയുന്നവൻ്റെ വസ്വാസിൽ നിന്ന്. വസ്വാസിൽ ഖന്നാസ് എന്ന് പറയും. എന്ന് വെച്ചാൽ ദുർബോധനങ്ങൾ നടത്തി പിന്മാറിക്കളയുന്നവൻ്റെ ദുർബോധനത്തിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ലതി, എങ്ങനെയുള്ള വസ്വാസിൽ ഖന്നാസാണ്? യുവസ്വിസു ഫി സുദൂരിന്നാസ്, അത് മനുഷ്യ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കും. മിനൽ ജിന്നത്തി വന്നാസ്, അവർ മനുഷ്യരിൽപ്പെട്ടവരും ജിന്നുകളിൽപ്പെട്ടവരും. അങ്ങനെയുള്ള മുഴുവൻ വസ്വാസിൽ ഖന്നാസിൽ നിന്നും ഞാൻ ജനങ്ങളുടെ രക്ഷിതാവായ, ജനങ്ങളുടെ രാജാവായ, ജനങ്ങളുടെ ദൈവമായ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ഒരിക്കൽ കൂടി അതിൻ്റെ മൊത്തം അർത്ഥം പറയാൻ നബി തങ്ങൾ പറയണം, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നുമായി മനുഷ്യഹൃദയങ്ങളിൽ ദുർബോധനങ്ങൾ നടത്തി പിന്മാറിക്കളയുന്നവൻ്റെ ദുർബോധനത്തിൽ നിന്ന് മനുഷ്യരുടെ നാഥനും മനുഷ്യരുടെ രാജാവും മനുഷ്യരുടെ ദൈവവുമായ അള്ളാഹുവിങ്കൽ ഞാൻ അഭയം തേടുന്നു. സൃഷ്ടികളുടെ ഉപദ്രവത്തിൽ നിന്ന് പൊതുവെയും ചില പ്രത്യേക വസ്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും പ്രത്യേകിച്ചും രക്ഷ തേടണമെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ വിവരിക്കുകയുണ്ടായി. മനുഷ്യഹൃദയങ്ങളിൽ ദുർബോധനങ്ങളും ദുഷ്പ്രേരണകളും നടത്തി മനുഷ്യരെ തെറ്റിലേക്കും ദുഷ്പ്രവണതയിലേക്കും നയിക്കുന്ന മനുഷ്യരിലും ജിന്നുവർഗത്തിലും പെട്ട ദുശക്തികളുടെ ഉപദ്രവത്തിൽ നിന്നും
അള്ളാഹുവിനോട് രക്ഷ തേടാനാണ് ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ആ ദുശക്തികളുടെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അവൻ നമ്മുടെ രക്ഷിതാവാണ്, രാജാവാണ്, ആരാധ്യനാണ്. തന്നിൽ അഭയം പ്രാപിക്കുന്നവർക്ക് അള്ളാഹു അഭയം നൽകുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വ ആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.